ഹായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ചെറിയ വീഡിയോ കേട്ടോ ചെയ്യുന്നത്, വേറൊന്നുമല്ല. ഞാൻ എന്തുകൊണ്ടാണ് ലൈവിൽ വരാത്തതെന്ന് കുറേ ആൾക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കാരണം ചോദിച്ചപ്പോൾ ഞാൻ കുറേ ആൾക്കാരോടൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എല്ലാവരോടും ഇപ്പോൾ പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് ആ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ലൈവിൽ വരാത്ത കാരണം കുറേ ഫ്രണ്ട്സൊക്കെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. മറ്റേ ലൈവിൽ കയറുമ്പോൾ എപ്പോഴും തന്നെ അവരായിട്ട് കൂട്ടായി നല്ല എന്താ പറയുക, എപ്പോഴും അവരെ ഓർക്കാനുള്ളൊരു ഇത് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെ കയറാത്ത കാരണം എല്ലാവരും തന്നെ എന്നെയും മറന്നു കാണും. കുറേ ആൾക്കാരെ ഞാനും മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമുക്കതൊരു വിഷമമാണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഫോണിന് റേഞ്ചില്ല, പിന്നെ എനിക്ക് സുഖമില്ല കേട്ടോ. പരമാവധി എനിക്ക് സുഖമില്ലായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിവിടെ വന്നതിന് ശേഷം കാലാവസ്ഥ മാറിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര എന്താ പറയുക, ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ യാത്രയുടെ ക്ഷീണം അതിപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ. ഞാൻ അന്നേരം യാത്ര ചെയ്ത സമയത്തെല്ലാം ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച് എന്താ പറയുക, അവശതയായിട്ടാണ് ഇവിടെ വീട്ടിലെത്തിയത്. പിന്നെ യാത്രയുടെ ക്ഷീണം മാത്രമല്ല, ഇവിടെ കാലാവസ്ഥ മാറിയതുകൊണ്ടും വെള്ളം മാറിയതുകൊണ്ടൊക്കെ നമ്മൾ തല നനച്ച് കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം പനി, ജലദോഷം, ചുമ എന്ന് വേണ്ട എല്ലാ രോഗങ്ങളും തന്നെ വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഒരാഴ്ച ഇടവിട്ടാണ് ഇങ്ങനെ പനി, ചുമ, ജലദോഷമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടിയതിന് ശേഷം ലൈവൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാണ് കേട്ടോ. ഞാനിവിടെ വന്നതിന് ശേഷം എൻ്റെ ഫോണിന് ഒട്ടും റേഞ്ചില്ല. ഞാൻ എല്ലാവരും ലൈവിലൊക്കെ കയറിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ ലൈവിൽ കയറാനും പറ്റണില്ല. പിന്നെ റേഞ്ച് ഇല്ലാത്ത കാരണം പലരുടെയും വീഡിയോ ഒന്നും കാണാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിന് അത്രേ ക്വാളിറ്റി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പിന്നെ ഇവിടെ വന്ന് സെറ്റായി വൈഫൈ ഒക്കെ സെറ്റാക്കിയിട്ട് വേണം ലൈവിലൊക്കെ കയറാനും, അതുപോലെ മറ്റുള്ളവർ ലൈവിലൊക്കെ കയറാൻ. ഞാൻ ഇടയ്ക്കൊക്കെ കയറാറുണ്ട് കേട്ടോ. റേഞ്ച് വന്ന സമയത്ത് ഞാൻ അത്യാവശ്യം തന്നെ കുറേ ആൾക്കാർ ലൈവിലൊക്കെ പോകാറുണ്ട്. പക്ഷേ എന്നാലും തന്നെ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റാറില്ല. എന്നാന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും റിസ്ക്കുമാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, ഈ പറമ്പ് മുഴുവൻ ഓടി നടക്കണം റേഞ്ചിന് വേണ്ടി. അപ്പോൾ അതൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറേ ആളുടെ ലൈവിലൊക്കെ കയറി ഇപ്പോഴും ഹായ് പറയാറുണ്ട്, ലൈക്കും കൊടുക്കാറുണ്ട് കേട്ടോ. ചിലരുടെ ലൈവിലൊക്കെ എന്താ പറയുക, ബെൻചേട്ടൻ്റെയൊക്കെ ലൈവിൽ കുറേ ദിവസമായിട്ട് പോകാറില്ല കേട്ടോ. ഞാൻ കുറേ ശ്രമിക്കാറുണ്ട്, പക്ഷേ ഒട്ടും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ അതാണ് കാരണം. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ മാറിയതുകൊണ്ട് എനിക്ക് അസുഖം പിടിപെട്ടു. അങ്ങനെ ഒരാഴ്ചയിൽ അസുഖം ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ലൈവിൽ കയറാത്തത്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് ഒന്നുകൂടി കണ്ണൂർക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോയി കഴിയുമ്പോൾ ഞാൻ ലൈവ് ഇടും. അവിടെ ഒരാഴ്ചയോളം ഉണ്ടാവും. പിള്ളേരുടെ ആവശ്യത്തിന് വേണ്ടി പോകണേ. അപ്പോൾ അതുകൊണ്ട് അന്നേരം ലൈവ് കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ലൈവിൽ വന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊന്നും ഇല്ല കേട്ടോ. അവരൊക്കെ എൻ്റെ വീഡിയോ കാണണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും അവരെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ലൊരു ഫ്രണ്ട്സായിരുന്നു. പേര് ഞാൻ എടുത്ത് പറയണില്ല, എല്ലാവരും എനിക്ക് ഒരുപോലെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം എന്താ പറയുക, അവരെല്ലാം നല്ല കമൻ്റൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ എന്താ പറയുക, ഓർമ്മയുണ്ട് നമുക്ക്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ലൈവിൽ കണ്ണൂർ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ലൈവിലൊക്കെ കയറും. അന്നേരം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വരാത്തത്. പിന്നെ ഇവിടെ ഈ വൈഫൈ ഒക്കെ ആക്കിയതിന് ശേഷം ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അല്ലാതെ ലൈവ് ചെയ്താൽ ക്ലിയർ ഇല്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരാഴ്ചയായിപ്പോൾ ലൈവ് ചെയ്തതാണ്. പക്ഷേ അന്നേരം എല്ലാവരും പറഞ്ഞ് ഒട്ടും ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ ആ ലൈവ് നിർത്തി. കാരണം ക്ലിയർ ഇല്ലാണ്ട് ലൈവ് ചെയ്ത് യൂട്യൂബ് സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിർത്തി. അപ്പോൾ അത് ഇനി ക്ലിയറോടുകൂടി നല്ല വൈഫൈ ഒക്കെ വെച്ചിട്ട് നല്ല കണ്ടീഷനായിട്ട് ലൈവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുവരെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ ഒക്കെ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ ഞാൻ കണ്ണൂർ ചെന്ന് കഴിയുമ്പോൾ ലൈവിൽ വരും. അപ്പോൾ എല്ലാവരും എൻ്റെ ലൈവിൽ കയറണം. മാക്സിമം എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.